ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓണമൊക്കെ അല്ലേ, നമുക്ക് ഇച്ചിരി പച്ചടിയൊക്കെ ആയാലോ. പൈനാപ്പിളും മുന്തിരിയൊക്കെ ഇട്ട് ഒരു മധുര പച്ചടിയാവും ഇന്ന്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മധുരപ്പച്ചടി തയ്യാറാക്കാനായി ഞാൻ ഇതുപോലെ ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിൾ മുഴുവനും ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എത്രമാത്രം പൊടിയായിട്ട് അരിയാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചടി തയ്യാറാക്കുമ്പോൾ എപ്പോഴും ചുവട് കട്ടിയുള്ള പാത്രമായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അതിനാണ്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൈനാപ്പിളിൻ്റെ അത്രയും മൂടി നിൽക്കും പോലെ നമുക്ക് വെള്ളം ഒഴിക്കാം. പൈനാപ്പിളിന് നല്ല വേവുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വേണമെങ്കിലും വേവിക്കാം. എളുപ്പത്തിന് വേണേൽ കുക്കറിൽ വേവിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടച്ചു വെച്ച് സാദാ പോലെ വേവിക്കാം. അടച്ചു വയ്ക്കാം. നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇച്ചിരി തേങ്ങ അരയ്ക്കാവേ. ഇത് 1 മുറി തേങ്ങയുണ്ട്. അതിലേക്ക് പച്ചമുളകും ചെറിയ ജീരകം, 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് അരയ്ക്കാം. നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഇനി ആ വെള്ളം വറ്റുന്നതിന് മുമ്പ് തന്നെ ഒരു വെല്ല ശർക്കര, അത് ചീകിയതാണ്. ഇതിൽ അഴുക്കൊന്നും ഇല്ലയെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഒന്ന് പൊടിച്ച് നമുക്കതിലിട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ഒഴിച്ച് ഈ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. 1 ടീസ്പൂൺ കടുക് നന്നായിട്ട് ചതച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. ആ പച്ചടിയുടെ ഒരു മണം ഉണ്ടല്ലോ, അത് വരും. അപ്പോൾ നമ്മൾ ഈ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് പച്ചക്കടുക് അരയ്ക്കാം. പച്ചടിക്ക് എന്തായാലും കടുക് നിർബന്ധമാണ്. ഈ സമയം ഇതിലേക്ക് ഇത്തിരി മുന്തിരി ചേർക്കാം. മധുര പച്ചടിക്ക് മുന്തിരി ചേർക്കുന്നത് നല്ലതാ. കുറച്ച് ലാസ്റ്റ് ചേർക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായി ഇളക്കുക. ഇതിൽ വെള്ളം പോയാൽ പറ്റട്ടെ. ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലുമൊക്കെ ലഭിക്കുക. അധിക പുളി ഇല്ലാത്ത തയ്യാറ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ അടിക്കണ്ട, ഒഴിച്ചു കളഞ്ഞ് തിളയ്ക്കണ്ട. പുളിയില്ലാത്ത തയ്യാറ് ഓഫാക്കാം. മധുര പച്ചടി തയ്യാറ് വറവിടാം. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മേലെ കൂടി കുറച്ച് മുന്തിരി ഇടാം. കാണാനൊക്കെ ഒരു നല്ല രസമാണ് ഈ മുന്തിരി ഇങ്ങനെ മേലെ ഇടുമ്പോൾ. ഇത് അധികം വെന്ത് പോകാതിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ പച്ചടി ഒന്ന് തണുത്തതിന് ശേഷം മുന്തിരി ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അപ്പടി വെന്ത് പോവേ. ഇനി നമുക്ക് ഇച്ചിരി വറവിട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ചുവന്നുമുളകും ഇട്ട് വറവിട്ട് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിളും മുന്തിരിയൊക്കെ ഇട്ട് മധുരപ്പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ സദ്യയിലൊക്കെ വിളമ്പുന്ന, ഓണമൊക്കെ അല്ലേ, നമുക്കിതുപോലെ സദ്യയിലേക്കൊക്കെ ഇലയുടെ സൈഡിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വിളമ്പി വെച്ചാൽ ഒരു മധുരക്കറിയൊക്കെ വേണമല്ലോ. അപ്പം ഇങ്ങനെ ഒരു മധുരപ്പച്ചടിയൊക്കെ തയ്യാറാക്കി തൊടുകറിയുടെ കൂട്ടത്തിൽ ഇങ്ങനെ വിളമ്പുകയാണെങ്കിൽ ആ സദ്യ ഉഷാറായിരിക്കും. അപ്പം നിങ്ങളും കൂടെ ഇങ്ങനെ പൈനാപ്പിൾ കൊണ്ട് തയ്യാറാക്കി നോക്കണം. അസാധ്യ രുചിയാണ്. അസാധ്യ രുചി എന്ന് പറഞ്ഞാൽ നമ്മളത് വെച്ച് കഴിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.